നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത്. അപ്പോൾ അവർക്കത് ചെയ്യുന്നതാണ്, നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് അവർ കാണുന്നുണ്ട്. താങ്കൾ ചെയ്യുന്ന ഇൻ്റർവ്യൂസ് അവർ കാണുകയല്ലേ. സോ ഇതിനാണ് ആ കുട്ടി പോകുന്നത്, അത് ചെയ്യുന്നതാണ് അവൾക്ക് സന്തോഷം കൊടുക്കുന്നതെങ്കിൽ അവർ അത് ചെയ്തോട്ടെ എന്ന് എന്താണ് അവർ വിചാരിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പണ്ടും ചിന്തിക്കുന്ന കാര്യം ഇതാണ്. ഇപ്പം കുറേ എവിടെയൊക്കെയോ ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, നിനക്ക് വേറെ ജോലി കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നെ എന്തിനാണ് ഈ അഭിനയിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പൈസ കുറച്ച് കിട്ടിയാലും എനിക്ക് അഭിനയിക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത്, അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് അതൊരു തെറ്റായിട്ട് ഇതെന്താ ഇപ്പോൾ ഇതിൽ ഇത്ര സംഭവം എന്ന് പറയുന്നത് അവർ പല ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷേ സെയിം ടൈം ഞാൻ ചോദിക്കും, അവർക്ക് എന്താ ഒന്ന് തിരിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോഴാണ് സന്തോഷമെങ്കിൽ നിങ്ങളത് ചെയ്തോ, നമ്മളൊന്നും പറയണില്ല എന്നെന്താ അവർ വിചാരിക്കാത്തതെന്ന്. 2012 2025 വരെ എത്തിയപ്പോഴും ഇങ്ങനത്തെ ചിന്താഗതിക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ നാടിനെ സംബന്ധിച്ചിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണിപ്പോൾ. എല്ലാവരും ഭയങ്കര സപ്പോർട്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം നാട്ടിലെ കൈകുട്ടികളി കളിച്ചതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള. അതിൽ പല ആൾക്കാരും നാടിനെ സ്നേഹിക്കുന്ന കുട്ടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കും, ഓക്കെ സന്തോഷം, കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു സമയം ഉണ്ടായിരുന്നു ഞാൻ അനുഭവിച്ച സമയം, ഞാൻ കരഞ്ഞ സമയം. അന്ന് ബ്രദർ മസ്കറ്റിലാണ്. അപ്പം ഞാൻ അവനെ വിളിച്ചിട്ട് ഇനി ഇവിടുത്തെ സങ്കടം കൂടി അങ്ങോട്ടേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. ഞാനും അമ്മയും കൂടി ഷൂട്ടിന് പോകും. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ മേ ബി ഒരുപാട് സ്റ്റോറീസ് കേട്ടിട്ടായിരിക്കും എൻ്റെ അച്ഛൻ ഇരിക്കുന്നുണ്ടാവുക. അപ്പം ഇത് ചിലപ്പോൾ എൻ്റെ അടുത്ത് പറയില്ല, അമ്മയുടെ അടുത്ത് പറയുമ്പം അമ്മ നൈസായിട്ട് പതുക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പുതിയ സ്റ്റോറീസ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, എൻ്റെ അമ്മേ എങ്ങനെയാണ് ആൾക്കാർക്ക് ഇങ്ങനെ പറയാൻ പറ്റുക എന്ന് ആലോചിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ഇവിടുന്ന് വീടൊക്കെ മാറ്റിയിട്ട് അങ്ങോട്ട് പോയാലോ എന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പലപ്പോഴും പറയും, പല സിനിമാ താരങ്ങളും സിനിമയിൽ വന്നതിന് ശേഷം വീട് മാറുന്നു, അവർ പുതിയ വീട് വെച്ച് മാറി എന്നൊക്കെ പറയുന്നതിന് പിറകിൽ ചിലപ്പോൾ ഇതായിരിക്കും എന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്.